मैं പോവാ. നിനക്ക് റെഡിയാകാൻ ഇത്ര താമസം എന്താടാ? ഒന്നുമില്ലടാ. സാധാരണ നീയാണല്ലോ എല്ലാ ദിവസവും നേരത്തെ വരുന്നത്. അതാ പറഞ്ഞ ലേറ്റായി. സൈക്കിൾ എടു. പൂക്കുട്ടിയെ, നമ്മുടെ ക്ലാസ്സിലെ അശ്വതി ഇല്ലേ, അവളെ ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കും. എനിക്ക് അവളെ ചെറിയ നോട്ടമുണ്ട്, അവൾക്ക് എന്നെയും ഉണ്ട്. നീ എന്താ പറയുന്നു? എങ്ങനെയാ ഞാൻ പോയി പ്രപ്പോസ് ചെയ്യാനാ? പൂക്കുട്ടി എന്താടാ നീ ഒന്ന് മിണ്ടാതിരിക്കുന്ന? എന്താടാ പൂക്കുട്ടി ഒന്ന് മിണ്ടാതിരിക്കുന്ന? എന്തെങ്കിലുമൊക്കെ മിണ്ടാ പൂക്കുട്ടി. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പൂക്കുട്ടി പൂക്കുട്ടി വിളിക്കരുത്. അതിന് നീ ചൂടാതെന്തിനാടാ പൂക്കുട്ടി? സോറി നിർമ്മലേ, ഞാൻ വന്നപ്പോ തൊട്ടേ ശ്രദ്ധിക്കുക, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്തുവാടാ? നീ എന്നോടല്ലേ പറഞ്ഞ ഇന്നലെ എന്തുവാ? എന്തായിരിക്കും ഇത്? പൂക്കുട്ടി, എനിക്ക് തോന്നേ ഇതെന്തോ വലിയ പ്രശ്നമാണെന്ന്. നമുക്ക് വീട്ടിൽ പറയാം, എന്നിട്ട് ആശുപത്രി പോവാം. പോടാവുന്നു. എനിക്ക് വേണ്ടിയാ വീട്ടിൽ പറയാം. എന്നാലും ഇതെന്തായിരിക്കും? ഇപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലാസ് ചെന്നിട്ട് വല്ലതും ഉണ്ടായ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും വരത്തില്ലായിരിക്കും. എന്തായാലും ബാ പോവാൻ നമുക്ക്. ബാ കേറ്. കഴിഞ്ഞോ? ഇനി ഞാൻ പഠിപ്പിക്കട്ടെ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അതിനു മുന്നേ തന്നെ നമുക്ക് ആദ്യം റീപ്രൊഡക്ഷനെ പറ്റി പഠിക്കാം. അപ്പൊ ആർക്കൊക്കെ അറിയാം വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? നീ പറ. താല്പര്യമില്ലേ? അറിയത്തില്ല. നിന്റെ അച്ഛൻ കാരണം ക്ലാസ് മുടക്കാണ്ടല്ലോ. ബാക്കി ഞാൻ കാണിച്ചു തരാം. നിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്കറിയാം നിനക്കറിയാം എന്താ റീപ്രൊഡക്ഷൻ എന്ന്. അമൽ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും എന്താ റീപ്രൊഡക്ഷൻ? നിനക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതിയാ. പറ ടീച്ചറെ. അതായത് രണ്ട് മനുഷ്യർ തമ്മിൽ പറ. കൊച്ചു വരും. അതല്ലേ? അതാണ് റീപ്രൊഡക്ഷൻ. അവൻ അത്രയെങ്കിലും നീ പറയടാ എന്നാ. ഇല്ലല്ലോ, നീ പറഞ്ഞത് കറക്റ്റാ. ഗുഡ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്തറിയത്തില്ല എന്നറിഞ്ഞാലേ എനിക്ക് എന്ത് പറഞ്ഞു തരണം എന്നറിയാൻ പറ്റുള്ളൂ. നീ ഇത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാ. പറ ജീവൻ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ടീച്ചർ വെള്ളോട്ട് പോകുന്ന കണ്ടപ്പോ വിളിച്ചേ. എന്നെ കൂടുതൽ ഇറക്കാൻ നിക്കല്ലേ. റീപ്രൊഡക്ഷൻ ഹ്യൂമൻസിൽ മാത്രമല്ല പ്ലാന്റ്സിലും നടക്കും. ഗുഡ്. ടീച്ചറെ, റീപ്രൊഡക്ഷൻ നമ്മുടെ നേച്ചറിന്റെ ഇക്കോളജിക്കൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും കാര്യം എന്താണെന്നറിയാം. പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പൊ അമല് പറഞ്ഞു, ബാല പറഞ്ഞു, ആഷിക്ക് പറഞ്ഞു. എല്ലാം ഓരോ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഒരു വിധത്തിൽ അതെല്ലാം റീപ്രൊഡക്ഷന്റെ ഭാഗമാണ് അല്ലേ? അപ്പം പെട്ടെന്ന് തന്നെ പറയണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഇരിക്കുന്ന ഷെല്ലിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം.
അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പലയിടത്ത് പല ആൾക്കാരെ അല്ലേ, നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയണം. അപ്പൊ നമുക്ക് റീപ്രൊഡക്ഷൻ എന്താന്ന് പഠിക്കാം. സോ വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റീപ്രൊഡക്ഷൻ, ഗുഡ്, റീപ്രൊഡക്ഷൻ എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ളൊരു ജീവിയുടെ യാതൊരു ഗുണങ്ങളും കളയാതെ നമ്മളൊരു കോപ്പി ഉണ്ടാക്കാം. അതായത് ഈ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കത്തില്ലേ, ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്ന് അതെങ്ങനെ എടുക്കുക? നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ ഒറിജിനൽ ഉള്ള സാധനത്തിന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടും അല്ലേ? അത് എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടും. അത് തന്നെ, വ്യത്യാസമൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. അപ്പൊ അത് തന്നെ ആയിരിക്കത്തില്ലേ സാധനം, അല്ലേ? അതുപോലെ തന്നെയാണ് റീപ്രൊഡക്ഷൻ. അപ്പം ബയോളജിക്കലി പറയുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ന്യൂ ഇൻഡിവിജ്വൽസ് ആർ ക്രിയേറ്റഡ് ഫ്രം പാരന്റൽ ഓർഗാനിസം. അതായത് മാതൃജീവികളിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ഒരു പുതിയ ജീവൻ, അതാണ് ആ പ്രക്രിയനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചുമ്മാ ഈ ക്ലാസ്സിലേക്കാണോ? കുറച്ച് ലേറ്റ് ആയി പോയി. എന്താ ലേറ്റ് ആയ? അത് ടീച്ചറെ പിന്നെ ചെയ്യുമ്പോഴാ. വാ കേറ് കേറ്, ക്ലാസ് കഴിയാനായി. ചുമ്മാ മതി മതി. അപ്പോ നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാം. ഈ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ടെസ്റ്റിക്കിൾ എന്ന് പറയുന്നത്. പുരുഷ ലൈംഗിക കോശമായ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിക്കിളാണ്. വേറൊരു പ്രത്യേകത ടെസ്റ്റിക്കിളിന്റെ എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളിൽ അധികമായി കാണപ്പെടുന്ന ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? കറക്റ്റ്. ഈ ടെസ്റ്റിക്കിളിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു ലെയർ ഉണ്ട്, അതിന്റെ പേരാണ് സ്കോട്രം. പിന്നെ ഇതിന്റെ നടുവിലായി കാണുന്ന ഒരു സ്പോഞ്ച് പോലത്തെ പാർട്ട് ഉണ്ട്, അതാണ് പീനസ്. ഇനി 13-14 വയസ്സ് പ്രായം വരുന്ന ആൺകുട്ടികളിൽ, അതായത് ഈ ടീനേജ് പ്രായമില്ലേ, ആ പ്രായത്തിൽ ബീജ ഉൽപാദനം, അതായത് സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം വാസ് ഡെഫറൻസ് ആംബുലെ വഴി സെമി വെസിക്കിളിലെത്തി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെത്തും. അതിനുശേഷം ബൾബിട്രൽ ഗ്ലാൻഡിലൂടെ ഇത് യുറീത്ര വഴി സേമനായിട്ട് പെനിസ് വഴി പുറത്തേക്ക് വരും. ഈ പ്രക്രിയനെ പറയുന്ന പേരാണ് ഇജാക്കുലേഷൻ. എന്താണ്? ഗുഡ്. അപ്പൊ ഇങ്ങനെ വരുന്ന സേമൻ ഒരു ജെല്ലി ഫ്ലൂയിഡ് രൂപത്തിലാണ് വരുന്നത്. ഇതില് ദശലക്ഷക്കണക്കിന് സ്പേംസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ യൂറിനോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഈ സേമനും യൂറിനും ഒരേ പാത്വേ കൂടെയാണ് വരുന്നത്, അതിന്റെ പേരാണ് യുറീത്ര. എല്ലാവർക്കും മനസ്സിലായോ? എന്താ നിർമ്മലിന്റെ ഡൗട്ട്? നിർമ്മലിന് ചോദിക്കാൻ അറിഞ്ഞൂടെ? പറ നിർമ്മല്, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ? എന്നാ ഇതി. അപ്പൊ ശരി, നമ്മള് ഇജാക്കുലേഷനെ പറ്റി പഠിച്ചു അല്ലേ? ഈ ഇജാക്കുലേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ. ഇപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കും അപ്പം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയല്ല. നമുക്ക് ലൈംഗികമായിട്ട് ഒരു ഉത്തേജനം വരുമ്പോൾ ശരീരത്തിലെ ബ്ലഡ് റഷ് ചെയ്ത് പീനസിലേക്ക് എത്തുകയും പീനസ് ദൃഢമാവുകയും ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഉദ്ധാരണം എന്ന് പറയുന്നത്, അഥവാ ഇറക്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ 13-14 പ്രായത്തിൽ സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്ന്. ഈ സമയത്തും നമുക്ക് ഈ ഇറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തില്ലേ, ഈ സേമൻ അറിയാതെ തന്നെ പുറത്തോട്ട് പോകും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്വപ്ന സ്ഖലനം. മനസ്സിലായോ? ഇത് ആക്ച്വലി ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ആർക്കും സംഭവിക്കാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലേ, അയ്യോ ഇതെന്താ, എനിക്ക് വല്ല അസുഖമാണോ? അച്ഛനോടും അമ്മേനോടും പറയാൻ പേടി, ടീച്ചേഴ്സിനോട് പറയാൻ പേടി, എന്തിനാ ഫ്രണ്ട്സിനോട് തന്നെ പറഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഇത് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഹ്യൂമൻ ബോഡിയിൽ സാധാരണമായി സംഭവിക്കുന്ന, നാച്ചുറലായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് ഈ ടോപ്പിക് ഇത്രയും മതി അല്ലേ? അപ്പൊ നാളെ നമ്മൾ എന്താ പഠിക്കുന്നത്?
വെരി ഗുഡ്.